കേരളത്തിന്റെ തനതായ കാർഷികോൽപ്പന്നങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭൗമസൂചിക പദവി ലഭിച്ച മറയൂർ ശർക്കര ഇന്ന് കടുത്ത പ്രതിസന്ധിക്ക് മുന്നിലാണ്. അതേക്കുറിച്ച് പറയാം. അതിനു മുമ്പ് മറയൂർ ശർക്കരയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇടുക്കിയിലെ മറയൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം എത്തുന്നത് അവിടുത്തെ സുഗന്ധം പരത്തുന്ന ചന്ദനക്കാടുകളും നാവിലൂറുന്ന മധുരമുള്ള ശർക്കരയുമാണ്. എന്തുകൊണ്ടാണ് മറയൂർ ശർക്കര ഇത്രയേറെ സവിശേഷമാകുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി മുകളിൽ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്തുള്ള പ്രത്യേക കാലാവസ്ഥയാണ് ഈ മധുരത്തിന് പിന്നിലെ രഹസ്യം. മറ്റു ശർക്കരകളേക്കാൾ കൂടുതൽ മധുരവും ഉയർന്ന അളവിൽ ഇരുമ്പിന്റെ അംശവും ഇതിലുണ്ട്. രാസവസ്തുക്കൾ ചേർക്കാതെ കുമ്മായം മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ ഇതിന് സ്വാഭാവികമായ കടും തവിട്ട് നിറമാണ്. ഈ തനത് ഗുണങ്ങൾ മുൻനിർത്തിയാണ് 2019 ഇതിന് ഭൗമസൂചിക പദവി ലഭിച്ചത്. എന്നാൽ ഇന്ന് ഈ മധുരത്തിൽ കയ്പ് കയറുകയാണ്. പ്രധാന വെല്ലുവിളികൾ നോക്കാം. 1. കൃഷിഭൂമിയുടെ കുറവ്. 2000 ഏക്കറിലധികം ഉണ്ടായിരുന്ന കൃഷി ഇന്ന് 500 ഏക്കറിൽ താഴെയായി ചുരുങ്ങി. രണ്ടാമതായി വ്യാജ ശർക്കര. വിപണിയിലുള്ള 80% തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാജ ശർക്കരയാണ്. രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന ഇവ മറയൂർ ശർക്കര എന്ന പേരിൽ ആഭ്യന്തര വിപണിയിലും വിനോദസഞ്ചാരികൾക്കും വിൽക്കപ്പെടുന്നതായി മറയൂർ അഗ്രികൾച്ചർ ഹിൽസ് ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഇന്ദ്രജിത്ത് പറയുന്നു. മൂന്നാമത്തെ വിഷയം വിലയിലെ അന്തരമാണ്. വിപണിയിൽ കിലോയ്ക്ക് 150-160 രൂപ ലഭിക്കുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് വെറും 80-90 രൂപ മാത്രമാണ്. മറ്റു കാരണങ്ങൾ പുറമേയുണ്ട്. തൊഴിലാളി ക്ഷാമം, വന്യമൃഗശല്യം, കൃഷിഭൂമി റിസോർട്ടുകൾക്കായി മാറ്റുന്ന റിയൽ എസ്റ്റേറ്റ് കടന്നുകയറ്റം എന്നിവ ഈ മേഖലയെ തളർത്തുന്നു. ഈ പാരമ്പര്യം സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? GI ടൂറിസം വികസിപ്പിക്കുന്നത് മികച്ചൊരു പരിഹാരമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. കൃഷിയിടങ്ങളിൽ തന്നെ പരിസ്ഥിതി സൗഹൃദപരമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കർഷകർക്ക് നേരിട്ട് വരുമാനം ഉറപ്പാക്കാം. കൂടാതെ വ്യാജ ശർക്കരയുടെ വിൽപ്പന തടയാൻ കർശനമായ നിയമ നടപടികളും സർക്കാർ ഇടപെടലും അത്യാവശ്യമാണ്. മറയൂരിന്റെ മധുരം ഒരു നാടിന്റെ അഭിമാനമാണ്. ആ മധുരം ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്.